എന്തായാലും ട്രൈ നോക്കിക്കോളിട്ടാ. ഇതാണ് ഈ ഓണത്തിന് ഷെഫിലെ വൈറലാക്കിയിട്ടുള്ള ഹോർലിക്സ് പാലട പായസം. ഈ ഓണത്തിന് എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കുമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഒന്ന് ഇത് തന്നെ ഉണ്ടാക്കിക്കോളി. നോർമലി നമ്മൾ പായസം ഉണ്ടാക്കുന്നത് പോലെ പാല് തിളപ്പിച്ച് അടയിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ അടയൊന്ന് കുക്ക് ചെയ്തെടുക്കണേ. ഈ അടയൊന്ന് കുക്കായി കിട്ടുമ്പോഴേക്കും നമ്മളൊരു പാനിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് ജാഗരി പൗഡർ ഇട്ടിട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ടാണ് നമ്മളുടെ മെയിൻ ഐറ്റത്തെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഹോർലിക്സ് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ബട്ടറിൽ ഇട്ടിട്ട് ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഈ ഹോർലിക്സ് ബട്ടറിൽ കിടന്ന് മെൽറ്റ് ആവുന്ന ടൈമിൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഈ ഒരു പരിവായി കിട്ടുമ്പോൾ നമ്മൾ അതിലോട്ട് പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണേ. പാലൊന്ന് തിളച്ച് വന്നാൽ ഇതൊക്കെ മെൽറ്റ് ആയിട്ട് ഇതേപോലെ ഒരു ക്രീമി പരിവായിട്ട് നമുക്ക് കിട്ടൂട്ടാ. ഇനി ഇതിനെ നമ്മൾ നേരെ നമ്മളുടെ പായസത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ തന്നെ നമ്മളുടെ പായസത്തിന് ആ ഒരു പാലടയുടെ കറക്റ്റ് കളർ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് ഇതിലോട്ട് കുറച്ച് ഏലക്കപ്പൊടിയും ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പും നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള കാഷ്നട്ടും കിസ്മിസും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പായസം ഇവിടെ റെഡിയായി. ഇത്ര ഈസി ആയിട്ട് ഈ ഒരു ടേസ്റ്റിൽ വേറൊരു പാലട പായസം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ഈ ഓണത്തിന് മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ നോക്കിക്കോളി.